أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أو كظلمات في بحر لجي يغشاه موج من فوقه موج من فوقه سحاب ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ومن لم يجعل الله له نورا فما له من نور. صدق الله العظيم. സൂറത്തുൻ നൂർ ആയത്ത് 40. ഔ അല്ലെങ്കിൽ കലുലുമാത്തിൻ ഇരുട്ടുകൾ പോലെയാണ്, ഫീ ബഹരിൻ സമുദ്രത്തിലെ, ലുജ്ജിയിൻ ആഴത്തിലുള്ള അഥവാ ആഴക്കടലിലെ, യഗ്ഷാഹു ആ ഇരുട്ടുകളെ മൂടുന്നു, മൗജുൻ ഒരു തിരമാല, മിൻ ഫൗഖിഹി അതിന് മീതയുണ്ട്, മൗജുൻ മറ്റൊരു തിരമാല, മിൻ ഫൗഖിഹി അതിന് മീതയുണ്ട്, സഹാബുൻ മേഘം, ളുലുമാത്തുൻ ഇരുട്ടുകൾ, ബഅ്ലുഹാ ഫൗഖ ബഅ്ലിൻ ചിലത് ചിലതിന് മീതയായി അഥവാ അട്ടിയട്ടിയായി ഇരുട്ടുകൾ എന്നർത്ഥം. ഇദാ അഖ്റജ യദഹു അവൻ്റെ കൈ പുറത്തെടുത്താൽ, ലം യക്കത് യറാഹ അവൻ അതിനെ കാണാറാകില്ല അഥവാ കണ്ടുകിട്ടുകയില്ല എന്നർത്ഥം. വമൻ ആര്, ലം യജ്അലില്ലാഹു അല്ലാഹു ഏർപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ നൽകിയിട്ടില്ല, ലഹു അവന്, നൂറ വെളിച്ചത്തെ, ഫ അപ്പോൾ, മാലഹു ഫമാലഹു അപ്പോൾ അവനില്ല, മിൻ നൂരിൻ ഒരു വെളിച്ചവും. സത്യനിഷേധികളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. മരുഭൂമിയിലെ മരീചിക പോലെയാണ്. ദാഹിക്കുന്നവൻ വലിയ കാര്യമെന്ന്, സത്യം തേടുന്നവൻ വലിയ കാര്യമാണെന്ന് വിചാരിക്കും. അടുത്തു നോക്കിയാൽ മരീചികയിൽ കണ്ട വെള്ളം പോലെ അവിടെ ഒന്നും ഉണ്ടാകുകയില്ല. പിന്നെ അന്വേഷിക്കുക, അള്ളാഹുവിനെ തിരിച്ചറിയാം. പരലോകത്താണെങ്കിലും അവൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് വിചാരിച്ച് ചെല്ലും. പക്ഷേ അവിടെ ഒന്നും ഉണ്ടാവില്ല, നരകാണ് ഉണ്ടാകുക, ചെയ്തതിനുള്ള പ്രതിഫലമാണ് കിട്ടുക. ഇങ്ങനെ രണ്ട് വ്യാഖ്യാനങ്ങൾ ഉള്ള ആയത്താണ് പറഞ്ഞത്. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണ്. ഔ കലുലുമാത്തിൻ എന്ന് പറഞ്ഞാൽ വല്ലദീന കഫറു അഅ്മാലുഹും കലുലുമാത്തിൻ എന്നാണ്. കസറാബിൻ എന്നത് മാറ്റിയിട്ട് കലുലുമാത്തിൻ ഇരുട്ടുകൾ പോലെ. എവിടുത്തെ ഇരുട്ട്? ആഴിയിൽ, അഗാധ സമുദ്രത്തിലെ, ഫീ ബഹരിൻ ലുജ്ജിയിൻ ആഴക്കടലിൽ തിരമാലയുണ്ട് എന്ന് ഈ ആയത്ത് അടുത്ത കാലത്ത് യുക്തിവാദികളുമായുള്ള സംവാദത്തിൽ വലിയ ചർച്ചാ വിഷയമായതാണല്ലോ. ആഴക്കടലിൽ 200 മീറ്ററിൻ്റെ അപ്പുറത്ത് എന്താണ് എന്ന് ഇപ്പോഴും പോയി നോക്കാൻ വലിയ പ്രയാസമാണ്. എന്നാൽ പിന്നെ അന്നെങ്ങനെയാണ് ആഴക്കടലിൽ തിരമാലയുണ്ട് എന്ന് മനസ്സിലായത്? അതുതന്നെ ഖുർആനിൻ്റെ ശാസ്ത്ര മോചിസത്തുകളിലൊന്നാണ്, അള്ളാഹു ഇറക്കിയതാണെന്നുള്ളതിൻ്റെ തെളിവുകളിലൊന്നാണിത്. ഖുർആനിലെ ശാസ്ത്ര മോചിസത്തുകൾ അത് പിൽക്കാലക്കാർ നമ്മുടെ സമൂഹത്തിനുള്ളതാണ്. സാഹിത്യ മോചിസത്തുകൾ അത് ആ കാലത്തുള്ള ആളുകൾക്കാണ് കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് കൂടുതൽ അത് മനസ്സിലാകുന്നുണ്ട്, കടലിൻ്റെ ആഴങ്ങളിൽ തിരമാലയുണ്ട് എന്ന്. അതാണ് യഗ്ഷാഹു മൗജുൻ, ആഴക്കടലിൽ ഇരുട്ടുകൾ ഉണ്ട് എന്നാണ്. ഇരുട്ടുകളുണ്ട് എന്ന് പറഞ്ഞത് ഇരുട്ടിന് വിവിധ അളവുകളുണ്ട്. അഥവാ അതിൻ്റെ ഇരുട്ടിൻ്റെ ഗാഢത കുറഞ്ഞ സ്ഥലങ്ങളും അതിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ പിന്നെയും കൂടിയ സ്ഥലങ്ങളും, അങ്ങനെ ഇപ്പോൾ അതിൻ്റെ റേഞ്ചൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. ഇത്ര മീറ്റർ വരെ ആഴത്തിൽ ഇത്ര ഇരുട്ട്, അവിടുന്ന് അങ്ങോട്ട് പോയാൽ അതിനേക്കാൾ കൂടുതൽ ഇരുട്ട്, പിന്നെയും ഇരുട്ട്, ഇങ്ങനെ വിവിധ അടുക്ക് ഇരുട്ടുകൾ. അങ്ങനെയാണ് ആഴക്കടലിൽ കടുത്ത ഇരുട്ടാണുള്ളത്. ആ ഇരുട്ടിൻ്റെ പ്രത്യേകതയാണ് പിന്നെ പറയുന്നത്. യഗ്ഷാഹു മൗജുൻ, ആഴക്കടലിലെ ഇരുട്ടിനെ തിരമാല മൂടുന്നു.
അപ്പോൾ ആഴക്കടലിൽ ഇരുട്ട് മാത്രമല്ല, അതിൻ്റെ മുകളിൽ തിരമാലയുണ്ട് എന്നും മനസ്സിലായി. മിൻ ഫൗഖിഹി മൗജുൻ, അതിൻ്റെ മുകളിൽ പിന്നെ സമുദ്രത്തിൻ്റെ സാധാരണ തിരമാലയാണ്. മിൻ ഫൗഖിഹി സഹാബുൻ, അതിൻ്റെ മുകളിൽ മേഘമാണ്. മേഘം രൂപപ്പെടുന്നതിൽ വലിയൊരു ഘടകം സമുദ്രമാണല്ലോ. സമുദ്രത്തിൻ്റെ തിരമാലയുടെ നുരയും പതയും പൊട്ടി പിന്നെ കാറ്റിലേക്ക് വെള്ളം ഇങ്ങനെ സ്പ്രേ പോലെ കയറി, അങ്ങനെ നീരാവിയും ഈ വെള്ളവും ചേർന്ന് കട്ടിമേഘങ്ങൾ രൂപപ്പെട്ടാണ് മഴ പെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേഘവും കടലും തമ്മിൽ വലിയ ബന്ധമുണ്ടാകും. അതാണ് മിൻ ഫൗഖിഹി സഹാബുൻ എന്ന് പറഞ്ഞത്. ളുലുമാത്തുൻ ബഅ്ദുഹാ ഫൗഖ ബഅ്ദിൻ, അട്ടിയായിട്ട് ഇരുട്ടുകൾ. ഒരു ഇരുട്ട്, അതിൻ്റെ മേലെ ഒരു ഇരുട്ട്, അതിൻ്റെ മേലെ ഒരു ഇരുട്ട്, പിന്നെ മേഘമാകുന്ന ഇരുട്ട്. അതുകൊണ്ട് തന്നെ ആഴക്കടലിൽ ഉള്ള ആള് കൈ പുറത്തെടുത്താൽ സ്വന്തം കൈ കാണാൻ കഴിയാത്ത ഇരുട്ടാണ്, വളരെ ആഴത്തിലുള്ളത് എന്നർത്ഥം. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. എന്നിട്ട് അല്ലാഹ് പറയണം, ആർക്ക് അല്ലാഹു തആല വെളിച്ചം കൊടുത്തില്ലയോ അവന് വെളിച്ചമില്ല. ഭൂമിയിൽ വെളിച്ചത്തിൻ്റെ സ്രോതസ്സ് സൂര്യനാണ്. സൂര്യൻ്റെ വെളിച്ചം കടലിൻ്റെ ആഴയിലേക്ക് എത്തുന്നതിനുള്ള തടസ്സങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. മുകളിൽ മേഘമുണ്ട്, മേഘം കടന്നിട്ട് വേണം വെള്ളത്തിലേക്കെത്താൻ. വെള്ളത്തിൽ തിരമാലയാണ്. തിരമാല എന്ന് പറഞ്ഞാൽ ഇളകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ്. ഈ വെള്ളത്തിലൂടെ ഒരു കാര്യം കാണാൻ കഴിയണമെങ്കിൽ വെള്ളം അനങ്ങാതെ നിൽക്കണമല്ലോ. വെള്ളം അനങ്ങുകയാണെങ്കിൽ പിന്നെ അടിയിലേക്ക് വെള്ളം ലൈറ്റ് അടിച്ചാലും വ്യക്തതയിൽ സംഗതി കാണാൻ കഴിയില്ല. അങ്ങനെ തിരമാല, മേഘം, പിന്നെ തിരമാല, പിന്നെ അതിൻ്റെ അടിയിലുള്ളത് വീണ്ടും തിരമാലക്കടിയിൽ വീണ്ടും തിരമാല, അതിൻ്റെ അടിയിലാണ് ഇരുട്ട്. അതുകൊണ്ട് തന്നെ സ്വന്തത്തിന് കാണാൻ കഴിയാത്ത കൂരാക്കൂരി ഇരുട്ടാണ് സമുദ്രത്തിൻ്റെ അടിയിലുള്ളത്. ഇതിനെ സത്യനിഷേധികളുടെ പ്രവർത്തനത്തിൻ്റെ ഉദാഹരണമായി പറയുകയാണ്, ഉപമയായി പറയുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം? ഈ ഇരുട്ടുകൾ എന്ന് പറയുന്നത് ബഹുവചനമായി പ്രയോഗിക്കുന്നതിൻ്റെ തന്നെ സാങ്കത്യം അഅ്മാലുഹും എന്നതിലേക്ക് ചേർന്ന് വരാനാണ്. അവർ വിവിധ തരം പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ നല്ല ചാരിറ്റി, ധർമ്മം, ദാനം, ഇങ്ങനെ പരോപകാരം, അതുപോലെ ആത്മീയ കാര്യങ്ങൾ, സന്യാസം പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ സ്വന്തത്തിന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത കൂരി ഇരുട്ടാണ്. ആ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മോചിപ്പിക്കാനാണല്ലോ അല്ലാഹു തആല നബിമാരെ അയച്ചതും കിതാബുകൾ ഇറക്കിയതും. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ്. സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങൾ സ്വന്തത്തിന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത കൂരി ഇരുട്ടിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത് എന്ന് സൂചന. അപ്പോൾ അതിൻ്റെ ഇരുട്ട്, പിന്നെ ആ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ മേൽ തിരമാല മൂടുന്നു എന്നാണല്ലോ അവിടെ പറഞ്ഞത്. എന്താണ് തിരമാല? തിരമാല അവൻ്റെ സ്വാർത്ഥതയും, അഥവാ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചിട്ടല്ല, പകരം അവന് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, അവൻ്റെ ജാതി, അവൻ്റെ വർഗം, അവൻ്റെ വംശം, അവൻ്റെ ആഢ്യത്വം, ഇതിനൊക്കെ യോജിക്കുന്ന നന്മകൾ മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ. അല്ലാതെ എന്താണോ ചെയ്യേണ്ടത്, അള്ളാഹു എന്താണോ കൽപ്പിച്ചിരിക്കുന്നത് അത് ഞാൻ ചെയ്യും എന്ന നിലയിലല്ല. അങ്ങനെ അവൻ്റെ കുഫറും അവൻ്റെ സ്വാർത്ഥതയുമാകുന്ന തിരമാല അവൻ്റെ അമലുകളെ മൂടിയിരിക്കുന്നു. അതിൻ്റെ മുകളിൽ പിന്നെയും തിരമാല. അതെന്താണ്? ആ കാഴ്ചപ്പാടിനെ, അവൻ്റെ സ്വാർത്ഥതയെ, അവൻ്റെ കുഫറിനെ നയിക്കുന്നത് അന്ധവിശ്വാസങ്ങളാണ്. അഥവാ തെറ്റായ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് ഈ ജാതിയും അതുപോലെ തന്നെ അഹങ്കാരവും അഹന്തയും ആഢ്യത്വവും താൻപോരിമയും അതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ ദൈവം, ഇതിനെ ഞങ്ങൾ പൂജിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ഗുണം കിട്ടും, അവർക്കൊന്നും കിട്ടുകയില്ല, ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ തിരമാല. പിന്നെ അതിൻ്റെ മുകളിൽ മേഘം എന്ന് പറഞ്ഞതോ, ഈ അന്ധവിശ്വാസങ്ങൾക്ക് മേൽക്കൂടെയായിക്കൊണ്ട് ഒരു സമുദായവും പാരമ്പര്യവും ഒക്കെ വെളിച്ചത്തെ തടയുന്ന യസുദ്ദൂൻ അൻ സബീലില്ല,
അഥവാ അന്ധവിശ്വാസങ്ങൾക്ക് പിന്നെ വെളിച്ചം തട്ടിയാൽ അത് പൊളിയും. പക്ഷേ വെളിച്ചം അന്ധവിശ്വാസങ്ങളിലേക്ക് കടക്കാൻ സമ്മതിക്കാതെ സമുദായത്തിൻ്റെ ഒരു മതിൽക്കെട്ട് അല്ലെങ്കിൽ ഒരു മറ, ഒരു മേൽക്കുടയായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് വെളിച്ചത്തെ ആദ്യം തടയുന്ന സാധനം. അതുകൊണ്ട് സമുദായം വെളിച്ചത്തെ തടയുന്നത് കൊണ്ട് അന്ധവിശ്വാസങ്ങൾ ഉറക്കുന്നു. അന്ധവിശ്വാസങ്ങൾ ഉള്ളത് കൊണ്ട് കുഫ്ർ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കുഫ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ കൂരാക്കൂരി ഇരുട്ടാകുന്നു. അതിലൊന്നും അത് ഹിദായത്തിൻ്റെ വെളിച്ചം ഉണ്ടാകുകയില്ല എന്നർത്ഥം. കൈ സ്വയം കാണുകയില്ല എന്ന് പറഞ്ഞാൽ അതാണ്, സ്വയം ചിന്തിച്ചാൽ പോലും ഒന്നും കാണാനാകാത്ത കൂരിരുട്ടാണ്, ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് വലിയ ബുദ്ധിജീവികളായ ആളുകൾ ഒരർത്ഥവുമില്ലാത്ത വിഗ്രഹാരാധനയിലും അതുപോലുള്ള മനുഷ്യരെ സമന്മാരായി കാണുന്നതിന് വിപരീതമായി വ്യത്യസ്ത തട്ടുകളും ജാതികളുമായി കരുതുകയും അങ്ങനെ ഈ മഹാപ്രപഞ്ചത്തെ അല്ലാഹു തആല മനുഷ്യനെ തിരിച്ചറിയാൻ സ്വന്തത്തിനെ കണ്ടാൽ മതി. സ്വന്തത്തിൽ പോലും വഫി അൻഫുസിക്കുമായ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ആയത്തുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത സ്വന്തം ശരീരം ഞാനെങ്ങനെ ഉണ്ടായി, എവിടെ നിന്നുണ്ടായി, എന്തിന് ജീവിക്കുന്നു, ഇതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത ഇരുട്ടിലാണ് ഈ സത്യനിഷേധികൾ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൂരിരുട്ടിലാണ്. കാരണം എന്താണ്? വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. ഹിദായത്തിൻ്റെ സ്രോതസ്സ്, വെളിച്ചത്തിൻ്റെ സ്രോതസ്സ് ഭൂമിയിൽ സൂര്യനാണെന്ന് പറയുന്നത് പോലെ ഹിദായത്തിൻ്റെ സ്രോതസ്സ് അള്ളാഹുവാണ്. അള്ളാഹു നൂറുസ്സമാവാതി വൽ അർദ്. ആ അള്ളാഹുവിൻ്റെ ഹിദായത്താകുന്ന പ്രകാശം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഏതൊരു മനുഷ്യനും ഇരുട്ടിൽ തപ്പുകയാണ് ചെയ്യുക. അവന് സ്വന്തത്തെക്കുറിച്ച് പോലും ചിന്തിച്ച് സത്യം മനസ്സിലാക്കാനുള്ള വഴി തെളിയുകയില്ല. എത്ര ആലോചിച്ചാലും യാഥാർത്ഥ്യം കാണാൻ കഴിയാത്ത കൂരിരുട്ടിലാണ് അള്ളാഹുവിൻ്റെ സന്മാർഗം മാറ്റിവെച്ചിട്ട് വേറെ വഴിക്ക് ചിന്തിച്ചാൽ ഉണ്ടാക്കുക. അതാണ് സത്യനിഷേധിയുടെ പ്രവർത്തനങ്ങളുടെ ഉപമയായിട്ട് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൽ നിന്ന് പ്രകാശം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.